ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ ദൈവത്തിന് ബോധിച്ച വ്യക്തി, ദൈവഹിതപ്രകാരമുള്ള വ്യക്തി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തി, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന വ്യക്തി എങ്ങനെയായിരിക്കുമെന്നുള്ളത് ദാവീദിനോടുള്ള ബന്ധത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം 10 കാര്യങ്ങൾ നാം ഇതിനോടകം പഠിച്ചു. ദാവീദിൻ്റെ സ്വഭാവത്തിൽ നിന്ന് 11-ാമത്തെ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 ശമൂവേൽ 16 അധ്യായത്തിൻ്റെ അവിടെ നമുക്ക് 13-ാം വാക്യത്തിൽ കാണുന്നത്, അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്മേൽ വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ദാവീദിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, എന്നാൽ ശൗലിൽ നിന്ന് ആത്മാവ് പോയി എന്ന് കാണുവാനായിട്ട് സാധിക്കും. അന്ന് മുതൽ ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് നോക്കിയാൽ, അവൻ ആത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദ് ദാവീദ് വീണ വായിക്കുമ്പോൾ ശൗലിൽ നിന്ന് കുറച്ച് നേരത്തേക്കെങ്കിലും ദുരാത്മാവ് അവനെ വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ദാവീദിൻ്റെ ജീവിതത്തോട് നോക്കിയാൽ അവൻ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദാവീദിനോട് ഈ ശൗലിന് ഇഷ്ടം തോന്നി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 21-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും, ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും, ദുരാത്മാവ് അവനെ വിട്ടുമാറും. പിന്നെ ഉള്ള ദാവീദിൻ്റെ ജീവിതത്തോളം ഉള്ള ബന്ധത്തിൽ നോക്കിയാൽ, ആത്മനിറവുള്ള ഒരു ജീവിതം ദാവീദിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ആ ഗോലിയാത്തിനെ കൊല്ലുന്ന സമയത്ത് ദൈവം അവനോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ശക്തി, ആ ധൈര്യം അവനുണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, പിന്നീടുള്ള ദാവീദിൻ്റെ സ്വഭാവത്തോട് നോക്കിയാൽ, ശൗലിനെ കൊല്ലുവാൻ കിട്ടുന്ന സമയത്തും ശൗലിനെ കൊല്ലാതെ അവനോട് ക്ഷമിക്കുവാനും, അവൻ്റെ ആ അങ്കിയുടെ അറ്റം മുറിച്ചതിൽ അവൻ്റെ ആത്മാവ്, അവൻ്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം, ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം വായിക്കാം. ഈ ആത്മനിറവിൽ ജീവിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ആത്മാവിൽ നിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ 18 മുതലുള്ള വാക്യം, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വ്യക്തി ആത്മാവിൽ ജീവിക്കുമ്പോൾ അവനിൽ നിന്നുണ്ടാകുന്ന സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളുമാണ്. അപ്പോൾ ആത്മാവ് നിറയുമ്പോൾ സങ്കീർത്തനം, സ്തുതി, സ്തോത്രം അവൻ്റെ ഹൃദയത്തിൽ നിറയും. അവനെ നയിക്കുന്നത് ആത്മാവാകും. ദാവീദിൻ്റെ ജീവിതത്തിൽ തന്നെ ഒന്ന് നോക്കിയാൽ, അത് ആത്മനിറവോടുകൂടി കർത്താവിനായി പാടുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിന് മഹത്വം കൊടുക്കുന്ന ദാവീദിനെ സങ്കീർത്തനത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ സ്തുതിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 17-ന്റെ 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 29-ന്റെ 1-2 വാക്യത്തിൽ നാം കാണുന്നത്, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പിൻ, വിശുദ്ധാലങ്കാരം ധരിച്ച യഹോവയുടെ നാമത്തെ സ്തുതിക്കുക.
ഇവിടെയെല്ലാം നമുക്ക് യഹോവയ്ക്ക് മഹത്വം കൊടുക്കുന്ന, യഹോവയെ പാടി സ്തുതിക്കുന്ന, യഹോവയെ യഹോവയെ യഹോവ യഹോവയിൽ ആനന്ദിക്കുന്ന ഒരു ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യഹോ അവൻ പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാവുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവയോട് ഒരു കാര്യം ഞാൻ അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. യഹോവയുടെ ആലയത്തിൽ നിന്ന് യഹോവയെ സ്തുതിക്കുന്ന, യഹോവയെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മനിറവിൻ്റെ സ്വഭാവം അതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ 15-ാം അധ്യായത്തിൻ്റെ പറയുന്നത്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധപർവ്വതത്തിൽ ആർ വസിക്കും, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവൻ ചെയ്യുന്നവൻ തന്നെ. അപ്പോൾ വിശുദ്ധിയോടുകൂടെ കർത്താവിനെ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന ദാവീദിനെ നമുക്ക് ഉടനീളം ഈ അവനെ ഉടനീളം നമുക്ക് സങ്കീർത്തനങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അങ്ങനെ ആത്മാവിൽ ജീവിക്കുന്ന, ആത്മസ്വഭാവത്തോടുകൂടി ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു വ്യക്തി ആത്മനിറവിൽ ജീവിക്കണമെങ്കിൽ അവനിൽ പാപസ്വഭാവം ഉണ്ടാകുവാനായിട്ട് സാധിക്കില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു പാപം കടന്നു വന്നു. പക്ഷേ അവൻ മാനസാന്തരപ്പെട്ടു. അതിൽ നിന്ന് അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ പാപം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ കർത്താവിനോട് ഞാൻ പാപം പറഞ്ഞു. അതുകൊണ്ട് അവൻ എൻ്റെ പാപങ്ങളെയെല്ലാം ക്ഷമിച്ചു എന്നുള്ളത് അവൻ ദാവീദ് പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, അവിടെ പറയുകയാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അതേ ആത്മാവ് ഒരിക്കലും ദാവീദിൽ നിന്ന് മാറിയിട്ടില്ല. ദാവീദ് പാപം ചെയ്തപ്പോൾ ദാവീദിന് ഭയമായി, ഈ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് പോയോ ഇല്ലയോ എന്നുള്ളത്. ഇത് പഴയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അങ്ങനെയായിരുന്നു. പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപോകും. എന്നാൽ ദാവീദിനോടുള്ള ബന്ധത്തിൽ അവൻ ഉടനെ തന്നെ അവൻ അവിടെ റിപ്പന്റ് ചെയ്യുകയും അവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ദൈവത്തോടുള്ള ബന്ധത്തിൽ പിന്നീടുള്ള ജീവിതത്തിൽ പിന്നെയും ദാവീദിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുന്നത്, അവൻ ദൈവത്തോട് കൂടെ നടക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും പ്രാർത്ഥിക്കും, ഞാൻ സ്തോത്രം ചെയ്യും എന്ന് പറയുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കിയാൽ അവൻ ഉടനീളം ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവം മാത്രം മഹത്വമായിരിക്കുന്ന, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ ആത്മനിറവിൽ ജീവിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അശുദ്ധി മാറ്റിക്കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മഫലത്തോടു കൂടെ ജീവിപ്പാൻ നമുക്ക് ആ എഫെസ്യ ലേഖനം ഒന്നും കൂടെ വായിക്കാം. എഫെസ്യർ 5:16 വാക്യത്തിൽ നാം വായിക്കുന്നതാണല്ലോ, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ആത്മാവ് നിറയുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന പിന്നെ അവരുടെ പ്രവൃത്തിയാണ് അത് കാണിക്കാനായിട്ട് സാധിക്കുന്നത്. ആത്മാവ് നിറയുമ്പോൾ വേറെ ഒന്നുമല്ല മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാകുന്ന. ആത്മാവ് നിറഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവും വായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളും. ദാവീദിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഏത് സാഹചര്യത്തിൽ കൂടെ പോയപ്പോഴും അവൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും സ്വയത്തിൽ ആശ്രയിക്കാതിരിക്കുകയും തന്നെത്താൻ താഴ്ത്തി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്ത ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിനും ആത്മനിറവോടുകൂടി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Shepherd of my soul is by my side.